ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ഈ ഭാഗം വളരെയേറെ ചർച്ചാവിഷയമായ ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് ദൈവം കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിക്കാതെ ഇരുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചത്? എന്നിത്യാദി കാര്യങ്ങൾ വളരെയേറെ ചിന്തനീയമായ ചർച്ചാവിഷയമായ ഒരു വസ്തുതയാണ്. ദൈവം കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിക്കാതെ ഇരുന്നത് ദൈവം ശപിച്ചതായ നിലത്തെ അനുഭവത്തിൽ നിന്ന് താൻ കൊണ്ടുവന്നതുകൊണ്ടാണ് എന്ന് ഒരു വ്യാഖ്യാനം കേൾക്കാനിടയായിട്ടുണ്ട്. അതേസമയം തന്നെ ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചതിൻ്റെ കാരണം താൻ ഒരു മൃഗത്തെ യാഗം അർപ്പിച്ചതുകൊണ്ടും അവിടെ രക്തച്ചൊരിച്ചിലുണ്ടായിരുന്നതുകൊണ്ടും ഒക്കെയാണ് ദൈവം അതിൽ പ്രസാദിച്ചത് എന്നുള്ളതായ മറ്റൊരു വ്യാഖ്യാനവും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഭാഗം വളരെയേറെ ശ്രദ്ധയോടുകൂടെ നാം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായ ഒരു വസ്തുത ഇന്ന് രാവിലെ നമ്മുടെ ധ്യാന വിഷയമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നാം അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കണം, നമ്മുടെ വഴിപാട് സ്വീകരിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു. നാം വായിച്ചതായ ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, ദൈവം മുൻപാകെ വഴിപാടുമായി ചെല്ലുമ്പോൾ ദൈവം ആദ്യമായി നോക്കുന്നത് വഴിപാടിനെ അല്ല, വഴിപാടർപ്പിക്കുന്നതായ വ്യക്തിയെയാണ് എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ തിരുവെഴുത്തെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ വാചക ഘടന തന്നെ ആ വിവരം നമുക്ക് നൽകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം വായിക്കുന്നത്, യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്നാണ്. ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യമായി കർത്താവ് നോക്കിയത് യാഗം അർപ്പിച്ച ഹാബേലിനെയാണ്. കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്ന് പറയുമ്പോൾ ദൈവം കയീനെയാണ് ആദ്യം നോക്കിയത്, വഴിപാട് അർപ്പിച്ചതായ വസ്തുവിനെയല്ല. ഇംഗ്ലീഷ് പരിഭാഷയിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ദ ലോർഡ് വാസ് പ്ലീസ്ഡ് വിത്ത് ഏബൽ ആൻഡ് ഹിസ് ഓഫറിംഗ്, ബട്ട് ഹി റിജക്റ്റഡ് കെയിൻ ആൻഡ് ഹിസ് ഓഫറിംഗ്. അവിടെ നാം കാണുന്നത് ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്നാണ്. ദൈവം ആദ്യമായി നോക്കിയത് യാഗം അർപ്പിക്കുവാനായി വന്ന വ്യക്തിയെയാണ്. വഴിപാടുമായി വന്ന ഹാബേലിനെയാണ് ദൈവം ആദ്യം നോക്കിയത്. അതിനുശേഷമാണ് യാഗവസ്തുവിനെ നോക്കിയത്. വഴിപാടുമായി വന്ന കയീനെയാണ് ദൈവം ആദ്യം നോക്കിയത്. അതിനുശേഷമാണ് കയീൻ കൊണ്ടുവന്നതായ യാഗവസ്തുവിനെ ദൈവം നോക്കിയത്. നാം ദൈവം മുൻപാകെ വരുമ്പോൾ ദൈവം ആദ്യമായി നമ്മെയാണ് നോക്കുന്നത്. നാം യാഗം അർപ്പിക്കുന്നതായ അല്ലെങ്കിൽ വഴിപാട് കൊടുക്കുന്നതായ വസ്തുവിനെ അല്ല ദൈവം ആദ്യമായി നോക്കുന്നത്. ദൈവം ഹാബേലിനെ നോക്കിയപ്പോൾ ഹാബേലിൽ ദൈവം പ്രസാദിച്ചു. കയീനെ നോക്കിയപ്പോൾ കയീനിൽ ദൈവം പ്രസാദിച്ചില്ല. നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. കർത്താവ് നമ്മുടെ ഹൃദയത്തെയാണ് ആദ്യമായി നോക്കുന്നത്. നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു? ദൈവസന്നിധിയിൽ നാം അടുത്തു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ള നിലയാണ് കർത്താവിന് അറിയേണ്ടുന്നത്. നാം ബാഹ്യമായി ചെയ്യുന്നതായ എന്തെങ്കിലും കാര്യങ്ങളല്ല. നമ്മുടെ വഴിപാട് ഒരുപക്ഷെ ഏറ്റവും മേൽത്തരമായതായിരിക്കാം, വില കൂടിയതായിരിക്കാം, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതായിരിക്കാം. എന്തൊക്കെയായിരുന്നാലും ദൈവം നമ്മുടെ വഴിപാടിലേക്ക് നോക്കുമ്പോൾ ആദ്യമായി കാണുന്നത് നമ്മെയാണ്, നമ്മുടെ ഹൃദയത്തെയാണ്, നമ്മുടെ ആത്മാവിനെയാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ നടന്നു വരുന്നതായ സമയത്തെ സംബന്ധിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറയുമ്പോൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ആ അധ്യായത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഈ ഭാഗങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ ഒരു വസ്തുത, ദൈവം പ്രസാദിക്കുന്നത് നമ്മിലാണ്. നാം അർപ്പിക്കുന്നതായ വസ്തു രണ്ടാമത് മാത്രമേ ദൈവത്തിൻ്റെ പരിഗണനയ്ക്കായി വരുന്നുള്ളൂ എന്നുള്ളതാണ്. ആദ്യമായി ദൈവം നമ്മെയാണ് നോക്കുന്നത്. നാം എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ ഹൃദയം എങ്ങനെയാണ്. 32-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദാവീദ് രാജാവ് പറയുകയാണ്, ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദാവീദിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ താൻ ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ, ദൈവം തൻ്റെ ആത്മാവിനെ നോക്കുമ്പോൾ ആത്മാവിൽ കപടമില്ലാത്ത മനുഷ്യനാണ് എന്ന് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ വലിയവനായ ദൈവം ദാവീദിനെ തനിക്ക് ബോധിച്ച പുരുഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പരിഭാഷയിൽ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ നോക്കുന്നു. ആത്മാവിൽ കപടമുള്ള വ്യക്തിയാണോ എന്ന് നോക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാണോ എന്ന് നോക്കുന്നു. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യനാണോ എന്ന് നോക്കുന്നു. അങ്ങനെയുള്ളവരിൽ ദൈവം പ്രസാദിക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മോട് പറയുകയാണ്. നമ്മുടെ ലംഘനങ്ങളെ മായ്ച്ചു കളഞ്ഞവനാണ് വലിയവനായ ദൈവം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയതായ അനുഭവത്തിലാണ്. അങ്ങനെയുള്ളവരുടെ അകൃത്യം യഹോവയായ ദൈവം കണക്കിടുന്നില്ല എന്ന് കാണുവാൻ സാധിക്കും. അതേസമയം തന്നെ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന വ്യക്തിയാണ് ഭാഗ്യവാൻ എന്ന് തിരുവെഴുത്ത് പറയുകയാണ്. നമ്മുടെ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാവിലെ ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കർത്താവ് നോക്കുകയാണ്. അങ്ങനെ ദൈവം നമ്മുടെ ആത്മാവിൽ കപടമില്ലാത്തതായ സ്ഥിതി കാണുമ്പോൾ നമ്മിൽ പ്രസാദിക്കുന്നു എന്നുള്ളത് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. 19-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. നമ്മുടെ വായിലെ വാക്കുകളും നമ്മുടെ ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദമാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് പലപ്പോഴും നാം ദൈവസന്നിധിയിൽ നിന്ന് ഒരുപക്ഷെ വഴുതിപ്പോകുവാൻ സാധ്യതയുണ്ട്. എബ്രായലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ആത്മാവിൽ കപടമില്ലാതെ ഇന്ന് രാവിലെ കർത്താവിൻ്റെ അരികിലേക്ക് നാം ചെല്ലുന്നുവെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു എന്നുള്ളത് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് അടുത്ത് ചെല്ലാം. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മുടെ സകല ഹൃദയ നിരൂപണങ്ങളെയും ദൂരത്തിരുന്ന് ഗ്രഹിക്കുന്നവനായ ദൈവം, നമ്മെ അറിയുന്നവനായ കർത്താവ് നമ്മിൽ പ്രസാദിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിലെ ധ്യാനവും നമ്മുടെ വായിലെ വാക്കുകളും ദൈവത്തിന് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ദൈവം നമ്മിൽ പ്രസാദിക്കുകയും നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും നമ്മുടെ ആവശ്യങ്ങൾ സാധ്യമാക്കി തരികയും ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ദൈവം ആദ്യമായി നോക്കുന്നത് ഞങ്ങളുടെ ഹൃദയത്തെയാണ് എന്ന് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ വഴിപാടിനെ കാണുന്നതിനേക്കാൾ മുൻപേ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് നോക്കുന്നു എന്നുള്ളത് ഇന്ന് രാവിലെ ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, ആത്മാവിൽ കപടമില്ലാതെ ഇന്നത്തെ ദിവസം അവിടുത്തെ സന്നിധിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും ബലഹീനതകളെയും എല്ലാം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുക. പുത്രൻ മുഖാന്തരം ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും അവിടുന്ന് ക്ഷമിച്ചു തന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുന്നതായ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുള്ള നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ആവശ്യങ്ങളും അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുക. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്നത്തെ ദിവസം സുരക്ഷിതരായി ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ.
ഞങ്ങളുടെ ഇടവും വലവും മുൻപും പിൻപും അവിടുത്തെ ദൂതന്മാരാൽ കാവൽ ചെയ്ത് ഞങ്ങളെ പരിപാലിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൽ വിലയേറിയ നാമത്തിൽ താഴ്മയും വിനയമായി ബോധിപ്പിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.